സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 10,000 അവിടെ എത്തിയിരുന്നു. പ്രാർത്ഥനകളിലും അന്തിമ ശുശ്രൂഷകളിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മാനേജിംഗ് എഡിറ്റർ ആൻഡ് അഗസ്റ്റിൻ ഇതിലെല്ലാം സന്നിഹിതനായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ബസിലിക്കയുടെ ബാക്ക് സൈഡിലാണ്. VIP എൻട്രി ഇതിലെയായിരുന്നു. ഇതിലെയാണ് എല്ലാ രാഷ്ട്രതലവന്മാരും ബസിലിക്കയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇവിടെ നിന്നും സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം എല്ലാ മത മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇറങ്ങി വരുന്ന വഴിയാണിതിൽ. നമുക്ക് എൻ്റെ പിന്നിൽ കാണുന്നത് ഇവർ ഇറങ്ങി വരുന്നതാണ്. എല്ലാ രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ ഇവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാഹനങ്ങൾ നിരന്നു നിൽക്കുകയാണ് ഇവിടെ നിന്നാണ് ഇനി സെൻറ്റ് മേരീസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്ന മേരി മാതാ ചർച്ചിലേക്ക് പോകുന്നത്. വലിയ രീതിയിലുള്ളൊരു ജനപങ്കാളിത്തമാണ് നമ്മളിവിടെ കണ്ടത്. എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ മാർപ്പാപ്പയ്ക്ക് ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തി എന്നുള്ളതാണ്. അവർ വന്ന വഴികളാണ് ഈ കഴിയുന്നത്. ഇതിലെയാണ് അവർ ഇറങ്ങി വന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷമുള്ള, അതായത് അല്പം മുൻപുള്ള ദൃശ്യങ്ങളാണ് ശ്രീ ആൻഡ് അഗസ്റ്റിൻ പങ്കുവച്ചത്.